ഏലപ്പാറയിലെ കൊലപാതകം പ്രതിയെ 6 മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി പീരുമേട് പോലീസ്. പീരുമേട് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് അത്യാധുനിക യന്ത്രങ്ങളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഏക സ്ഥാപനം ഫാബിസ് മൾട്ടി ജിം പാമ്പനാർ. ഏലപ്പാറ ടൗണിലെ ലോഡ്ജ് മുറിയിൽ കോതമംഗലം കുട്ടമ്പുഴ സ്വദേശി മനു ജോസഫ് 45 കൊലപ്പെടുത്തിയ ശേഷം കടന്നുകളഞ്ഞ വെസ്റ്റ് ബംഗാൾ സ്വദേശി സൈഫുദ്ദീൻ മണ്ഡലിനെയാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിന് സമീപത്തു നിന്നും മണിക്കൂറുകൾക്കുള്ളിൽ പീരുമേട് പോലീസ് പിടികൂടിയത്. ഏലപ്പാറ ടൗണിലെ അഭിലാഷ് ഹോട്ടലിൽ കഴിഞ്ഞ ഒരാഴ്ചയായി മനു ജോസഫും സൈഫുദ്ദീനും ജോലി ചെയ്തു വരികയായിരുന്നു. ഇരുവരും ഏലപ്പാറയിലുള്ള ശിവദാസൻ്റെ ലോഡ്ജിലായിരുന്നു താമസം. മനു ജോസഫിനെ താമസ സ്ഥലത്ത് തലയ്ക്കും മുഖത്തും മാരകമായി പരിക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇതോടെ ഒപ്പമുണ്ടായിരുന്ന അന്യസംസ്ഥാന തൊഴിലാളിയെ കാണാതായത് സംശയത്തിന് ഇടയാക്കി. കൊല്ലപ്പെട്ട ആളെക്കുറിച്ചോ കൂടെയുണ്ടായിരുന്ന ആളെക്കുറിച്ചോ തുടക്കത്തിൽ വ്യക്തമായ സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നില്ല. പീരുമേട് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് സാജു വർഗീസിന് നേതൃത്വം നൽകുന്ന ഊർജിതമായ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി സൈഫുദ്ദീൻ മണ്ഡലാണെന്ന് തിരിച്ചറിഞ്ഞത്. ഈ പ്രതി 6 ദിവസം മാത്രം കഴിഞ്ഞ ഹോട്ടലിൽ ജോലിക്കായിട്ട് 6 ദിവസം മാത്രമായിട്ടാണ് മറ്റേയാളും കൊല്ലപ്പെട്ടയാളും ഈ ഹോട്ടലിൽ കുറേ നാളായിട്ട് ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ ഇവർ തമ്മിൽ മദ്യപിച്ച് കഴിഞ്ഞ ദിവസം പ്രശ്നമുണ്ടായ ദിവസം ഈ കൊല്ലപ്പെട്ടയാൾ ജോലിയിൽ പോയിരുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. അയാൾ മദ്യപിക്കായിരുന്നു. ഇയാൾ രാത്രി 11 മണിക്ക് ജോലി കഴിഞ്ഞപ്പോൾ അയാളോട്ട് ചെയ്യാം മദ്യപിച്ചതിൻ്റെ അവസരങ്ങൾ പറഞ്ഞിട്ടുണ്ടായി. എൻ്റെ ഭാഗമായിട്ട് പ്രശ്നം ഉണ്ടായപ്പോൾ ഇയാൾ കത്തിയെടുത്ത് അയാൾ പുറത്ത് വിട്ട് 5 വട്ടം വിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം അയാൾ താഴെ വീണപ്പോൾ മുഖത്ത് ചവിട്ടി പരിക്കേൽപ്പിച്ച് അയാളെ മരണം ഉറപ്പാക്കിയതിന് ശേഷം ഒരു വെളുപ്പിനെ 3 മണിയോടുകൂടി ഇവിടുന്ന് ബസ്സിൽ കയറി പോയതാണ് മനസ്സിലായത്. ഇയാളുടെ പേരോ വിലാസമോ ഫോൺ നമ്പറോ ഒന്നും തന്നെ ഈ ഹോട്ടലുകാരുടെ കൈവശമോ ഈ നാട്ടുകാരുടെ കൈവശമോ ആദ്യം തന്നെ ഇല്ലായിരുന്നു. അത് നമുക്കൊരു വെല്ലുവിളിയായിരുന്നു. അതിനുശേഷം ഈ CCTV ദൃശ്യങ്ങളും മറ്റും പരിശോധിച്ച് ചില ക്ലൂ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കോട്ടയം പോലീസ് സഹായത്തോടുകൂടി ഈ പ്രതിയെ ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് തന്നെ 3 മണിയോടുകൂടി അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. ഇന്ന് കോടതി 6 ദിവസം മാത്രമാണ് ഇരുവരും ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയും ഒരുമിച്ച് താമസിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിനിടയിൽ പലതവണ വഴക്കുണ്ടായതായും പോലീസിന് വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. സംഭവ ദിവസം ഇരുവരും നല്ല മദ്യലഹരിയിലായിരുന്നുവെന്നും പോലീസ് പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ടായ വാക്കുതർക്കമാകാം കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. പീരുമേട് DYSP സജു വർഗീസിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ന്യൂസ് ബ്യൂറോ പീരുമേട് ലൈവ്.